60 വയസ്സിന് മുകളിൽ പ്രായമായിട്ട് ഒരസുഖവും വരാതെ പോലും പലരും മരിക്കുന്നുണ്ട്. സൗത്തിലൊക്കെ ആയിരുന്നു ഇത്രയും നാൾ ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കും ഈ ഒരു മരണം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ നാട്ടിലെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ഇമോക്ക് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാരെ തേടി പിടിച്ച് കൊല്ലുന്നുണ്ട് എന്നാണ്. ആൾക്കാരും ഇങ്ങനെ ചർച്ചയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് കേട്ടിട്ടുണ്ടായിരുന്ന മിനിസ്റ്റർ ക്വാക്കും ഇതിനു മുമ്പ് നിനക്ക് 60 വയസ്സ് കഴിഞ്ഞതാണോ എന്ന് ഗംചോര് ചോദിച്ചിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും ഇപ്പോൾ ഓർക്കുന്നു. രാജാവ് വേഷം മാറി വോണിയോനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് രാത്രി ആയതുകൊണ്ട് തന്നെ വോണിയോന്റെ ജോലിക്കാരൻ രാജാവിനെ അകത്തേക്ക് കയറുവാനായിട്ട് അനുവദിക്കുന്നില്ല. ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്ന ഇൻസിയോണും ഇപ്പോൾ അച്ഛനെ കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാജാവിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കുമാണ് രാജാവിന്റെ ഫേസ് ക്ലിയർ ആയിട്ട് അവൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ തന്റെ മുമ്പിൽ നിൽക്കുന്നത് രാജാവാണെന്ന് മനസ്സിലാക്കിയ അവളും അച്ഛനെ കാണുവാനായിട്ട് അനുവദിക്കുന്നു. പക്ഷെ രാജാവും തന്റെ അച്ഛനായിട്ടുള്ള വോണിയോയും തമ്മിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കുന്നതെന്ന് അവൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നില്ല. 4 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു വോണിയോ രാജാവിന്റെ കീഴിലുള്ള ജോലിയൊക്കെ അവസാനിപ്പിച്ച് പോന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ പുതിയ പല തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു തീരുമാനത്തിലെല്ലാം തന്നെ എന്റെ ഒപ്പം നിൽക്കുവാനായിട്ടാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. അടിമത്വം ഇല്ലാതാക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അത് കൂടാതെ ഒരുപാട് പുതിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാനായിട്ടുമുണ്ട്. ഇതെല്ലാം തന്നെ യൂൺകാപ്പിനോട് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അവനും നിങ്ങളെ ഇതൊക്കെ അറിയിച്ചതല്ലേ. അങ്ങനെയിരിക്കെ നിങ്ങൾ വീണ്ടും എന്റെ കൂടെ ജോലിക്കൊക്കെ കൂടുന്നുണ്ടോ എന്ന് രാജാവ് വോണിയോന്റെ അടുത്തായിട്ട് ചോദിക്കുന്നു. വോണിയും ആലോചിച്ചിട്ടൊരു മറുപടി പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് രാജാവിനെയും പറഞ്ഞയക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇവർ തമ്മിൽ സംസാരിച്ചതെല്ലാം തന്നെ ഒറ്റക്കാലൻ പ്രേതം കേട്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നു. ഗംഗ്ചോരിയും യൂറിയും ഒന്നിച്ച് സംസാരിച്ചൊക്കെ നടന്നു വരികയാണ്. ബിബിനെ ഇങ്ങനെ തുറന്നു വിടുന്നത് ഒട്ടും തന്നെ നല്ലൊരു കാര്യമല്ല. ബിബി പല ആൾക്കാരെയും കൊല്ലുന്നുണ്ട്. അതുകൂടാതെ രാജാവിന്റെ മുത്തശ്ശനെ കൊല്ലുവാനായിട്ട് നോക്കി. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാരണം നമുക്ക് കൂടുതൽ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നതായിരിക്കുമെന്ന് യൂറി പറയുന്നുണ്ടെങ്കിൽ പോലും നീ വിചാരിക്കുന്നത് പോലെയുള്ള ഒരാളല്ല ബിബി. അവനും എന്നെ പോലൊരു ഇമോഗിയാണ്, ദൈവത്തിന് തുല്യനാണ്. അങ്ങനെയിരിക്കെ അവനോട് എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ട എന്നൊക്കെ പറയുവാനായിട്ട് നമുക്ക് രണ്ടുപേർക്കും യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല. പിന്നെ അവൻ കൊല്ലുന്ന ആൾക്കാർ ആരും തന്നെ അത്രയ്ക്ക് നല്ല വ്യക്തികളൊന്നുമല്ല. തെറ്റുകൾ ചെയ്ത ആൾക്കാരെ തിരിച്ചറിയുവാനുള്ള കഴിവ് ബിബിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ തെറ്റുകൾ ചെയ്ത ആൾക്കാരെ മാത്രമാണ് അവൻ കൊന്നിട്ടുമുള്ളത്. ഇനിയും അവൻ കൊല്ലുവാനായിട്ട് പോകുന്നതും അങ്ങനെയുള്ള ആൾക്കാരെ ആയിരിക്കും. നീ രാജാവിന്റെ മുത്തശ്ശനെ പുറമേക്ക് കണ്ടിട്ടല്ലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അയാളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയുകയില്ലല്ലോ. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ തിന്മ പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം അയാളെന്ന് പറഞ്ഞുകൊണ്ട് കങ് ചൊരിയും നടക്കുന്നു. നേരത്തെ ഒരു പെൺകുട്ടിയുടെ ചെരുപ്പ് കാണാനില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു പെൺകുട്ടീനെ യൂറി ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അവളുടെ അടുത്തായിട്ടും തുളകളുള്ള ഒരു പാത്രമൊക്കെ നീ നിന്റെ റൂമിന്റെ വെളിയിലായിട്ട് വെക്കണം. നിന്റെ ഷൂസ് അകത്ത് സൂക്ഷിച്ചും വെക്കണം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നിന്റെ ചെരുപ്പ് എടുത്തോണ്ട് പോകുന്ന പ്രേതം ചെരുപ്പ് എടുക്കുവാനായിട്ട് വരികയില്ല എന്ന് യൂറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ പെൺകുട്ടിയും അതേ രീതിക്ക് തന്നെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു കുട്ടി പ്രേതം അവിടെ എത്തുകയാണ്. ആ പ്രേതം എത്തിയതിനു ശേഷം നേരത്തെ മോഷ്ടിച്ചുകൊണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഷൂസ് അവിടെ കാണാനില്ല എന്ന സത്യം അവളും മനസ്സിലാക്കുന്നു. വേറെ കിടന്നിട്ടുണ്ടായിരുന്ന ഷൂസ് എല്ലാം തന്നെ അവൾക്ക് വലുതായിരുന്നു. അങ്ങനെയിരിക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാത്രത്തിൽ ഒരുപാട് തുളകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അവളും അതിലെ തുളകളൊക്കെ എണ്ണിക്കൊണ്ട് നിൽക്കുന്നു. അങ്ങനെ എണ്ണിക്കൊണ്ടിരുന്ന സമയത്ത് യൂറിയും കൃത്യമായി തന്നെ ആ കുട്ടി പ്രേതത്തെ പിടികൂടുകയാണ്. ഈ ഒരു കുട്ടി പ്രേതമായിട്ട് ഒരുപാട് വർഷങ്ങളൊക്കെ ആയി കഴിഞ്ഞിരിക്കുകയാണ്. എങ്കിൽ പോലും കൊട്ടാരത്തിൽ നിന്നും സ്ഥിരമായിട്ട് ഷൂസ് ഒക്കെ മോഷ്ടിക്കുന്ന പ്രേതമാണ് ഇത്. അങ്ങനെ ഇരിക്കെ യൂറിയും ആ ഒരു കുട്ടിയുടെ അടുത്തായിട്ട് നീ കഴിഞ്ഞ തവണ ഷൂസ് ഒക്കെ മോഷ്ടിച്ച ദിവസം ഇവിടെ ഒരാൾ വന്നിട്ട് മന്ത്രവാദവും മറ്റും എഴുതിയ പേപ്പറൊക്കെ ഒട്ടിക്കുന്നത് നീ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. മാത്രമല്ല അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പുതിയ ഷൂസ് ആ കുട്ടിക്ക് മേടിച്ചു കൊടുക്കാമെന്ന് യൂറി പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ കുട്ടിയും കണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു. അതായത് ആരാണ് അവിടെ വന്നിട്ട് ആ പേപ്പർ ഒട്ടിച്ചതെന്ന് കൃത്യമായി അറിയിക്കുകയില്ലെങ്കിൽ പോലും അയാളുടെ കണ്ണുകൾ കണ്ടാൽ പേടി തോന്നുമെന്നും അയാളുടെ നഖത്തിന്റെ അറ്റമെല്ലാം തന്നെ കറുത്ത നിറത്തിലായിരുന്നു ഉണ്ടായിരുന്നതെന്നും കുട്ടിയും പറയുകയാണ്. ഈ ഒരു സമയത്ത് കണ്ണ് കാണാത്ത മന്ത്രവാദിയുടെ ജോലിക്കാരനെ കാണിക്കുന്നു. അതായത് ഈ ഒരു മന്ത്രവാദി പ്രധാനമായിട്ടും 8 അടി പ്രേതത്തിനൊക്കെയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. ആ ഒരു പ്രേതത്തിന് എപ്പോഴും തീ ആവശ്യമായിട്ടുമുണ്ട്. സോ അങ്ങനെ എപ്പോഴും തീയൊക്കെ കൂട്ടുന്നത് കൊണ്ടാണ് ആ ജോലിക്കാരന്റെ നഖത്തിന്റെ അറ്റമെല്ലാം തന്നെ കറുത്തിരിക്കുന്നത്. എന്തായാലും യൂറിയുടെ കൂടെ 2 ഇമോക്കിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ 8 അടി പ്രേതത്തിന് അവരെയൊക്കെ ബലി കൊടുക്കാമെന്ന രീതിക്കാണ് കണ്ണു കാണാത്ത മന്ത്രവാദിയും ആലോചിക്കുന്നത്. കിമും ഇപ്പോൾ യൂറിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ നിന്റെ കൂടെ ഉള്ളത് യൂൺകാപ്പല്ല, മറിച്ച് ഇമോഗി ആയിട്ടുള്ള ഗംചോരയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും സത്യമാണോ എന്ന് യൂറിയുടെ അടുത്തായിട്ട് കിം ചോദിക്കുന്നു. യൂറിയും ഗംചോരി പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് കിമ്മിനെയും അറിയിക്കുകയാണ്.
അത്രയും നാളും യൂൺകാപ്പ് എന്ന രീതിക്കായിരുന്നു താൻ അവനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കിമ്മിനും കങ്ചോറിയുടെ അടുത്ത് ചെറിയ രീതിക്കാണെങ്കിൽ ഒരു പേടിയൊക്കെ തോന്നി കഴിഞ്ഞിരിക്കുന്നു. രാജ്ഞിയും യൂറിനെ കാണണമെന്ന ആഗ്രഹം കൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരെ യൂറിനെ കൂട്ടിക്കൊണ്ട് വരുവാനായിട്ട് വിടുകയാണ്. ഇതേ സമയത്ത് രാജാവിന്റെ വൈഫിനും പനിയൊക്കെ വരുന്നു. അതുകൂടാതെ ശരീരത്തിൽ കുറച്ച് പാടുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ശരിക്കും വൈഫിന് സംഭവിച്ചിട്ടുള്ളതെന്ന് തനിക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് ഡോക്ടറും രാജാവിനെ അറിയിക്കുന്നു. എന്തായാലും ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ തന്നെ രാജാവിന്റെ വൈഫിന്റെ ജോലിക്കാരിയും രാജാവിന്റെ വൈഫ് ഒരു പ്രേതത്തെ വീണ്ടും സ്വപ്നം കണ്ടതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കുമോ ഇതുപോലെ അസുഖമൊക്കെ വന്നിട്ടുണ്ടാവുക എന്നൊക്കെ സംശയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം യൂറിനെ കൂട്ടിക്കൊണ്ട് വരുവാനായിട്ട് രാജാവും ഓർഡർ ഇടുന്നു. രാജ്ഞിക്ക് കണ്ണിന് കാഴ്ചക്കുറവുണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് യൂറിയും ഇപ്പോൾ ടെസ്റ്റുകളും മറ്റുമൊക്കെ നടത്തുകയാണ്. എങ്കിൽ പോലും അതിൽ നിന്നും രാജ്ഞിക്ക് കാഴ്ചക്കുറവില്ല എന്ന സത്യം യൂറിയും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ രാജ്ഞിക്ക് കണ്ണടയുടെ ആവശ്യമില്ല എന്ന് യൂറി പറയുമ്പോഴത്തേക്കും ഞാനൊരു എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യുവാനായിട്ട് കുറെ നാളായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നിന്നെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നതെന്ന് രാജ്ഞിയും അറിയിക്കുന്നു. താൻ ഏത് നാട്ടിൽ നിന്നുമാണ് വരുന്നതെന്നും യൂൺകാപ്പാണ് തന്നെ കൂട്ടിക്കൊണ്ട് വന്നതെന്നും എല്ലാം തന്നെ യൂറിയും രാജ്ഞിയുടെ അടുത്തായിട്ട് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വർക്കൊക്കെ തനിക്ക് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന രീതിക്കുള്ള കണ്ണട ആവശ്യമായിട്ടുണ്ട് എന്ന് രാജ്ഞിയും പറയുകയാണ്. യഥാർത്ഥത്തിൽ കണ്ണ് കാണാത്ത മന്ത്രവാദി പറഞ്ഞത് പ്രകാരം യൂറി ആയിരിക്കുമോ മന്ത്രവാദവും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെന്നൊരു സംശയമൊക്കെ തോന്നിയത് കൊണ്ടാണ് രാജ്ഞിയും യൂറിനെ വിളിപ്പിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും അതൊന്നും തന്നെ യൂറിയോട് തുറന്നു ചോദിക്കാതൊക്കെ ഇരിക്കുകയായിരുന്നു രാജ്ഞിയും. രാജാവിന്റെ വൈഫിന്റെ കണ്ടീഷനൊക്കെ വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. രാജാവ് യൂറിനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇതുവരെയായിട്ടും യൂറി എത്താത്തത് കൊണ്ട് തന്നെ എത്രയും വേഗം യൂറിനെ എത്തിക്കുവാനായിട്ട് താൻ തന്നെ നേരിട്ട് രാജ്ഞിയുടെ അടുത്തേക്ക് പോകുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. രാജ്ഞിയുടെ അടുത്തായിട്ട് തന്നെ കുട്ടിപ്രേതം ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന യൂറിയും ആ പ്രേതത്തെ ഓടിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് നീ തെരുതെരെ രാജാവിന്റെ ലൈബ്രറിയിലൊക്കെ പോകാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. നീയും രാജാവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? സത്യം പറ, നീ ശരിക്കും ആരാണ് എന്ന് യൂറിയുടെ അടുത്തായിട്ടും രാജ്ഞി ചോദിക്കുമ്പോഴത്തേക്കും യൂറിനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് രാജാവും രാജ്ഞിയുടെ റൂമിലേക്കും എത്തുന്നു. എന്റെ വൈഫിനെതിരായിട്ട് ആരോ മന്ത്രവാദവും മറ്റുമൊക്കെ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അതിന്റെ അന്വേഷണമൊക്കെ നടത്തി. അതിൽ നിന്നും കൊട്ടാരത്തിലെ ഒരു ജോലിക്കാരി ആയിരുന്നു മന്ത്രവാദിയെ സഹായിച്ചിട്ടുണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അവൾ ആത്മഹത്യ ചെയ്തെങ്കിൽ പോലും അവളുടെ റൂമിൽ നിന്നും കിട്ടിയതാണെന്ന് പറഞ്ഞ് വിലകൂടിയ കുറച്ച് ആഭരണങ്ങളൊക്കെ ഇപ്പോൾ രാജാവ് രാജ്ഞിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ കൊടുക്കണമെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങളായിരിക്കണം. നിങ്ങൾ എന്റെ സ്വന്തം അമ്മ അല്ലെങ്കിൽ പോലും ഞാൻ എപ്പോഴും എന്റെ അമ്മയായിട്ട് മാത്രമേ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളായിരുന്നോ യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലെന്ന് രാജാവും രാജ്ഞിയുടെ അടുത്ത് ചോദിക്കുന്നു. നിനക്ക് തുടർച്ചയായിട്ട് രാജാവായിട്ട് ഇരിക്കുവാനായിട്ടല്ലേ നീയും മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് എന്റെ മകനെ കൊന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു ചോദ്യമൊക്കെ രാജ്ഞി തിരിച്ച് രാജാവിന്റെ അടുത്തായിട്ടും ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെ എനിക്കിതൊന്നും തന്നെ ചോദിച്ചു നിൽക്കുവാനായിട്ടുള്ള സമയമില്ല. ഇപ്പോൾ എന്റെ ഭാര്യയുടെ അസുഖമൊക്കെ മാറ്റുകയാണ് എനിക്ക് ചെയ്യുവാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് യൂറിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് രാജാവും. എന്തായാലും രാജാവിന് രാജ്ഞിനെ നല്ല രീതിക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്ഞി എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ നിരീക്ഷിക്കുവാനായിട്ട് ആളെയും ഏർപ്പാടാക്കുന്നു. ഈ ഒരു സമയത്ത് യൂറിയും തലചുറ്റി വീഴുന്നു. അങ്ങനെ തലചുറ്റി വീഴുന്ന സമയത്തെല്ലാം തന്നെ യൂറി ഓർത്തിട്ടുണ്ടായിരുന്നത് പ്രേതം തന്റെ മുഖത്തേക്കായിട്ട് മോശം വെള്ളമൊക്കെ ഒഴിച്ചതിനെ കുറിച്ചായിരുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.